ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അനുഗ്രഹീതമായ റമളാനിലെ അവസാനത്തെ ദിനരാത്രങ്ങളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അഥവാ അവസാനത്തെ 10 ദിവസങ്ങളിൽ ലോകമെമ്പാടും മുസ്ലിമുകൾ എത്രയോ ഉത്സാഹത്തോടും ആവേശത്തോടും വലിയ പ്രതിഫലം ആഗ്രഹിച്ച് രാപ്പകലുകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണിത്. കഅബ ഷരീഫ് അഥവാ മസ്ജിദുൽ ഹറം, ഇത് നിലകൊള്ളുന്ന മുസ്ലിം ലോകത്തിൻ്റെ സിരാകേന്ദ്രം, അവരുടെ ലക്ഷ്യസ്ഥാനമാണത്. അവിടെ നിർവഹിക്കേണ്ട ഇബാദത്തുകൾ വിവരിച്ചപ്പോൾ അല്ലാഹു കൽപ്പിച്ചത് തഹിറ ബൈത്തിയ ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. ഒന്ന്, കഅബയിൽ പ്രദക്ഷിണം ചെയ്യലാണ് ഏറ്റവും വലിയ ഇബാദത്ത്. അപ്പോൾ മസ്ജിദുൽ ഹറമിൽ വന്നണയുന്ന ഏതൊരു മനുഷ്യനും നിർവഹിക്കേണ്ട പരമപ്രധാനമായ ഇബാദത്ത് തവാഫ് ചെയ്യലാണ്. തവാഫ് വളരെ അച്ചടക്കത്തോടും വളരെ ശാന്തതയോടും സർവോപരി തൻ്റെ സാന്നിധ്യം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പാത്രമാകുന്നു എന്ന ബോധ്യതയിലും വേണം നിർവഹിക്കാൻ. അതിൻ്റെ കൂലി നിർണയിച്ചത്, ഈ ഇബാദത്തുകളുടെ കൂലി നിർണയിച്ചത് ഇമാം ഗസാലി അലൈഹി റഹ്മ അടക്കം ഒരുപാട് മഹത്തുക്കൾ 120 പ്രതിഫലം എന്ന് കണക്കാക്കിയാൽ തവാഫിന് 60 ഇരട്ടി പ്രതിഫലമാണ്. അതിൽ 60 ഭാഗവും തവാഫിനാണ്. 2, നമസ്കാരത്തിനാണ്. നമസ്കാരത്തിന് 40 ഭാഗമാണ്. 120-ൽ 100 കഴിഞ്ഞു. ബാക്കി കഅബ കണ്ടുകൊണ്ട് മസ്ജിദുൽ ഹറമിൽ ചെലവഴിക്കുന്ന സമയമാണ്. വെറുതെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിനാണ് 20 ഭാഗം പ്രതിഫലം നിർണയിച്ചത്. അങ്ങനെ 120 പ്രതിഫലം എന്നാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയണത്. അത് 119 21 ആവൂല എന്നൊന്നും അല്ല ഈ പറയുന്നത്. അപ്പോൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂല് ആഴ്ചകളോളം, ചിലപ്പോൾ 2 ആഴ്ച, ചിലപ്പോൾ 3 ആഴ്ചയൊക്കെ ഹിറാ ഗുഹയിൽ ഇരുന്നിരുന്നു. അവിടെ ഇരുന്ന് എന്താണ് ചെയ്യുന്നത്? ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസിൽ അദ്ദേഹം ധ്യാന നിരതരായിരുന്നു എന്നാണ്. അപ്പം എങ്ങും പോകുന്നില്ല, വെറുതെ ആ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഗുഹാമുഖത്തേക്ക് നോക്കി. അവിടെ ഹിറാ ഗുഹയുടെ ഒരു പ്രത്യേകത, അതിൻ്റെ ഗുഹാമുഖത്ത് നിന്ന് മുന്നോട്ട് നോക്കിയാൽ കഅബ പൂർണ്ണമായി കാണാം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് കഅബ കണ്ടുകൊണ്ടാണ് ഇരുന്നത് എന്നർത്ഥം. അപ്പോൾ ഏകമാണ്, ശാന്തമാണ്, നിശബ്ദമാണ്, ആലോചന ഇതിനകത്താണ് നബി ഉള്ളത്. അപ്പോൾ റമളാനിൽ ഈ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ പഠിപ്പിച്ചത് ഇഅ്തികാഫാണ്. ഇഅ്തികാഫ് ഒരു ചടങ്ങല്ല യഥാർത്ഥത്തിൽ, അതൊരു വലിയ ഇബാദത്താണ്. അപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ സഹീഹുൽ ബുഖാരിയിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, നബിയോടൊപ്പം ഞങ്ങൾ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഇഅ്തികാഫ് ഇരുന്നു. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം
പിന്നെ മുസ്ലിം ലോകത്തിന് മാതൃക നബിയുടെ വഫാത്ത് കഴിഞ്ഞപ്പോൾ നബിയുടെ ഭാര്യമാർ അഥവാ ഉമ്മഹാത്തുൽ മുഅ്മിനാത്തുകളാണ്. ഞങ്ങൾ നബിയുടെ വഫാത്ത് കഴിഞ്ഞ് പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മാതൃക. ഇഅ്തികാഫിന് മലയാളത്തിൽ പറയാവുന്ന നല്ലൊരു ഭാഷാർത്ഥം ഉപാസന എന്നാണ്. അതിനകത്ത് ധ്യാനമുണ്ട്, പ്രാർത്ഥനയുണ്ട്, കരുതലുണ്ട്, ശക്തി സംഭരിക്കലുണ്ട്, മനസ്സിനെ ബലപ്പെടുത്തലുണ്ട്. അങ്ങനെ എല്ലാം കൂടിച്ചേർന്നതാണ് ഈ ഇഅ്തികാഫ് എന്ന വാക്ക്. ഓരോരുത്തരും ഒറ്റയ്ക്കാണ് ഇരിക്കുക. അപ്പൊ ദുനിയവിയായ കലാമുകൾ ഒഴിവാക്കാനാണ് ഫുഖഹാകളായ ഇമാമുകളൊക്കെ പറഞ്ഞത് പള്ളിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ. കാരണം അവൻ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി കുറേ സമയം ചെലവഴിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെലവഴിക്കുമ്പോൾ അവനുണ്ടാകുന്ന ഒരുപാട് മെച്ചങ്ങളുണ്ട്. അതെപ്പോഴും അവൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തുന്നതാണ് അതിലൊന്നാമത്തെ നേട്ടം. നിശബ്ദതയിൽ, ഏകാഗ്രതയിൽ, വളരെ നല്ല ചിന്തയിൽ അവൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഏതൊരാളും ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്, ഒരു സമൂഹത്തിൻ്റെ ഇടയാണ്. സമൂഹം പലതരത്തിലുള്ള ആളുകളാണ്. അത് നല്ലതും പറയും ചീത്തയും പറയും. അധികവും അസൂയാലുക്കളാണ് ചുറ്റുവട്ടത്തിലുള്ളത്. അപ്പൊ എങ്ങനെ കുനിഞ്ഞും പാടില്ല നിവർന്നും പാടില്ല എന്ന് കാരണവന്മാരൊരു ഉദാഹരണം പറയും. എന്ത് ചെയ്താലും കുറ്റമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു സമൂഹത്തിൻ്റെ ഇടയിൽ ഈ കുറ്റവും അപരാധവും അപവാദവും ആക്ഷേപവും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇടയിൽ പെടുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ഒട്ടനവധി രോഗങ്ങൾക്ക് കാരണമാകും. ആരോഗ്യപരമായി തളർന്നു പോകും, ശരീരത്തിൽ മാറ്റങ്ങൾ വരും, അങ്ങനെ പലതും. അപ്പം അതിനെ അതിജയിക്കണമെങ്കിൽ അവൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണം. ഇപ്പം റസൂലുള്ളയോട് പറഞ്ഞ ഒരു കൽപ്പന, അത് ഖുർആൻ നേർക്ക് നേരെ നബിയോട് പറയുകയാണ്. വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ. അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിന്റെ മനസ്സിൽ ഖിന്നത അനുഭവിക്കുന്നു, പ്രയാസം, വിഷമം. എന്നാലും അവരിങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അത് സ്വന്തം കുടുംബത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ, അവരാണ് ഏറ്റവും കൂടുതൽ ഷർറ്. അപ്പം അവരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് നബിക്ക് വിഷമം വന്നത്. അപ്പം എന്താവും? മൗനിയായി പോവും. ചിലപ്പോൾ മനസ്സ് നിയന്ത്രണ വിധേയമാകാതെ വരും, ചിലപ്പോൾ വയലൻ്റ് ആവും. അങ്ങനെയൊക്കെയാണല്ലോ മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന മാറ്റത്തിൽ വരുന്ന ഭാവപ്രകടനങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത് അതാണ് ഇഅ്തികാഫിൽ നമ്മൾ നിർവഹിക്കുന്ന കാര്യം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ റബ്ബിന് നീ തസ്ബീഹ് ചൊല്ലുക. അപ്പം ഈ തസ്ബീഹ് എന്നത് ജീവിതത്തെ മാറ്റിപ്പണിയാനുള്ളൊരു ശക്തിയാണത്. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. നബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മകൾ ഫാത്തിമ അലൈഹിർ റഹ്മയാണ്. ഫാത്തിമ എന്നിൽ നിന്നാണ്. ഫാത്തിമയെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു, ഫാത്തിമയെ ഒരാൾ വെറുത്താൽ എന്നെ വെറുത്തു. അങ്ങനെയാണ് ബുഖാരിയിൽ ഒരു ഹദീസ്. അത്ര വലിയ സ്ഥാനമാണ് ഇസ്ലാമിൽ നബിയുടെ മകൾക്കുള്ളത്. നബിയുടെ മകളും മകളുടെ ഭർത്താവ് അലി റളിയല്ലാഹുവിന്, അലി റളിയല്ലാഹുവിന് രണ്ടു തരം ബന്ധമാണ്. നബിയുടെ പിതൃവ്യ പുത്രനാണ് അലിയെ. ഹസൻ, ഹുസൈൻ, ഇത്രയും പേരെ ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലും കൂടെ കിടന്നു. എന്നിട്ട് ഒരു പുതപ്പിൻ്റെ അടിയിൽ ഇതാണ് എൻ്റെ അഹ്ലു ബൈത്ത് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു. അത് വളരെ നിരാക്ഷേപം ഉദ്ധരിക്കപ്പെട്ടൊരു ഹദീസാണ്. അപ്പോൾ ഫാത്തിമ വളരെ സങ്കടത്തോടെ നബിയുടെ അടുത്ത് വരുന്ന ഒരു സംഭവമുണ്ട്. അത് അന്ന് അവിടെ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ആസുകല്ലെന്നാണ് പറയണത്. അതിന് അക്കാലത്ത് പറഞ്ഞാൽ ആട്ടുകല്ലെന്നർത്ഥം. അത് കൈകൊണ്ട് ആട്ടി അരച്ച് കയ്യിൽ തഴമ്പ് വന്ന് വീർത്ത് പൊട്ടി വ്രണമായി. അപ്പം വേദന അസഹ്യം.
അപ്പോൾ റസൂലുള്ളാഹിയെ അടുത്ത കൈ കൊണ്ടുവന്ന് കാണിച്ചിട്ടാണ് വീട്ടിലേക്ക് ഒരു ജോലിക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പിനൊരാൾ വേണമെന്ന്. നമ്മളൊക്കെ വീടുകളിൽ 2 സെർവൻ്റ് ഉണ്ട്, അതിലൊരാൾക്ക് കോൾഡായിരുന്നു, അതുകൊണ്ട് ഇന്നലെ വന്നില്ല, ഇന്ന് വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് വീട്ടിലൊന്നും കൊണ്ട് കഴിക്കണ്ട, നമുക്ക് വെളിയിൽ പോകാമെന്ന് പറയുന്നവരാണ് ഈ കാലത്ത് ജീവിക്കുന്ന ആൾക്കാർ. ആ വീട്ടിൽ 10-15 ആൾക്കാരുണ്ട്, ഒരു സെർവൻ്റും ഉണ്ട്, എന്നിട്ടും കഞ്ഞി വയ്ക്കൂലെന്ന്. എൻ്റെ ഭാഷയാണ് കേട്ടോ അതൊക്കെ. അപ്പം നമ്മളത് സൂക്ഷിക്കണം. ഇതിങ്ങനെ ഈ കോലത്തിലവന്നെ. അപ്പം നബിയോട് പറഞ്ഞു ഇന്നതാണ് അവസ്ഥ, വയ്യാന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നിനക്ക് ഇതിലും നല്ലത് ഞാൻ പഠിപ്പിക്കാം, അല്ലെങ്കിൽ പറഞ്ഞു തരാന്ന്. ഇതിലും നല്ലത് പറഞ്ഞു തരാം. സുബ്ഹാനല്ലാ എന്ന് പറയണം, അത് 100 പ്രാവശ്യം പറയണം. അൽഹംദുലില്ലാ എന്ന് പറയണം. അല്ലാഹു അക്ബർ എന്ന് പറയണം. വലിയ സന്തോഷത്തോടെ തുള്ളിച്ചാടിയാണ് മകൾ തിരിച്ചു പോണത്. വന്ന കാര്യമൊക്കെ വിട്ടുപോയി. അപ്പം ഏത് കാര്യത്തിലേക്കും അപ്പുറത്തേക്ക് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു വാക്കാണ് തസ്ബീഹ്. നമ്മൾ കേവലം ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞ പോലെയൊന്നും അല്ല. അതും ഇപ്പം എത്രത്തോളം എത്തിയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കാണിക്കും ഓരോരുത്തർ. ഇങ്ങനെയാണ് ഈ വിരലിന് ഒരേ മടക്കുണ്ടേ, എണ്ണതാണ് ഈ കാണുന്നത്. അഹ്മദ് ബിൻ ഹംബൽ ഉദ്ധരിച്ചൊരു ഹദീസുണ്ട് മുസ്നദിൽ. അത് പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തിനാ ഇപ്പം ഇത് ചെയ്യണം എങ്ങനെ ഇരുന്ന്. അത് വളരെ കൃത്യമായിട്ട് കൈ മടക്കണം. ഇങ്ങനെയാണ്. അത് വേണമെങ്കിൽ ഇനിയിപ്പോൾ കുറേ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ഡോക്ടർമാർ പറയും അതിൻ്റെ എക്സസൈസിൻ്റെ ഗുണം പറയുമ്പോൾ ആൾക്കാർ പിന്നെ ഇതിലേക്ക് മടങ്ങും. അങ്ങനെയാണ്, അല്ലെങ്കിൽ ചെയ്യൂല കേട്ടോ. അപ്പം മടക്കണം. ആ ഓരോ വിരലുകളും സാക്ഷിയാണ് മഹ്ശറയിൽ. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. അത് നമ്മൾ മനസ്സിലാക്കണം. എണ്ണം വളരെ കൃത്യമായിട്ട് പിടിക്കണം. ആ എണ്ണി ചെയ്യാൻ പറഞ്ഞത് മാത്രം എണ്ണി ചെയ്യണം. 11 വട്ടം എന്ന് പറഞ്ഞാൽ 11 മതി. 33 എന്ന് പറഞ്ഞാൽ 33 മതി. അല്ലാഹു അക്ബർ 33 പിന്നെ ഇനി 100 ആക്കാൻ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. അങ്ങനെയാണ് 100. ഞാനിത് പറഞ്ഞത് തസ്ബീഹാണ് പറഞ്ഞത്. 2 ഹംദാണ്. ഇപ്പം ഒരു വലിയ തസ്ബീഹ് ഖുർആനിൽ വന്നത്, അള്ളാഹു എടുത്തു പറഞ്ഞത്, നബിയെ കൊണ്ട് പറയിപ്പിച്ചത് സൂറത്ത് അംബിയ ആണ്. അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് അദ്ദേഹം വലിയൊരു ആപത്തിൽപ്പെട്ടു. ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായമായ ഏകാഗ്രതയിലായത്, ഒറ്റയ്ക്കപ്പെട്ടു. അത് വലിയ പാരാവാരത്തിൻ്റെ അടിയിൽ എത്രയോ വലിയ ആഴത്തിലേക്ക് ആഴ്ന്നുപോയി. അദ്ദേഹം ഈ തസ്ബീഹ് ചൊല്ലിയിരുന്നില്ലെങ്കിൽ, അപ്പോൾ സുബ്ഹാനല്ലാഹ്ക്ക് അപ്പുറത്തേക്ക് തസ്ബീഹ് വരും കേട്ടോ. നമുക്കാകെ അറിയാവുന്ന ഈ സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ലബിഥ ഫീ ബത്നിഹി, ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം കാലാകാലം കഴിഞ്ഞു പോകുമായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? ഈ തസ്ബീഹ് കൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അപ്പോൾ ഈ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ അകപ്പെടുന്ന ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മളെ കരകയറ്റലാണ് ഈ തസ്ബീഹ് കൊണ്ട്. ഖുർആൻ സൂറത്ത് അഹ്സാബ് 5 മിനിറ്റൊക്കെ കൂടുകൂട്ടോ ചിലപ്പോഴേ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹുവും മലക്കുകളും അവൻ്റെ ദൂതനായ നബിയുടെ മേൽ സ്വലാത്ത്, അനുഗ്രഹം ചെയ്യുന്നു. അനുഗ്രഹമാണ്. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. അത് പ്രാർത്ഥനയായി. അള്ളാഹുവിൻ്റെ ദൂതൻ്റെ മേൽ അള്ളാഹു അനുഗ്രഹം വർഷിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കലാണ്. പിന്നെ അത് ക്രമമായി ശരിയായ വിധത്തിൽ സലാം പറയുകയും ചെയ്യുക. അപ്പം ഇവിടെ അള്ളാഹു 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. 2, ഏറ്റവും വിശുദ്ധരായ മലക്കുകളെ കൊണ്ട് നിർവഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സ്വലാത്താണ്. വിശ്വാസികൾ ചെയ്യേണ്ടതും അത് തന്നെയാണ് സ്വലാത്ത്. നബിയുടെ മേലുള്ള
അസ്വലാത്തു അലാ ഖൈരിൽ അനാം എന്ന പേരിൽ വലിയ ഒരു കിതാബുണ്ട്. അത് ചെറുതൊന്നുമല്ല, 100-200 പേജല്ല, വലിയ ബൃഹത്തായൊരു ഗ്രന്ഥം. നമ്മളിത് ആദ്യം ധരിച്ചിരുന്നത് ഇതിനും മാത്രം എഴുതാനുണ്ടോ എന്നായിരുന്നു. ഞാനിതൊരു 10-12 കൊല്ലം മുമ്പ് വാങ്ങിയതാണ്. അപ്പൊ ആ സ്വലാത്ത് 23 സന്ദർഭങ്ങളിൽ മുസ്ലിമുകൾ നിർവഹിക്കുന്നു എന്നതാണ് വിവരിക്കുന്നത്. 2 കടബാധ്യതയിൽ നിന്ന് മോചിതമാകാൻ, ആലോചിച്ച് നോക്കിയേ, മനോവിഷമത്തിൽ നിന്ന് മുക്തി നേടാൻ, മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ, സ്ട്രെസ് എന്ന് നമ്മൾ പറയൂലോ, അത്തരം ഒരുപാട് സിദ്ധികൾ ഈ സ്വലാത്തിനുണ്ട്. അത് അവരവർ നിർവഹിക്കണം. ഇപ്പൊ ഇരിക്കുമ്പോൾ തസ്ബീഹിന് എളുപ്പമാണ്, തഹ്മീദിന് എളുപ്പമാണ്, തക്ബീറിന് എളുപ്പമാണ്, സ്വലാത്ത് ചെല്ലുന്നതിന് എളുപ്പമാണ്. ഇതൊന്നുമില്ല. സുജൂദിലായാലോ വെറുതെ, അപ്പോൾ ഓരോരുത്തരും ആണ് ചെയ്യണത്. അപ്പോൾ ഓരോരുത്തരും സുജൂദിലാണ്. എന്താ സുജൂദിലാകാൻ കാരണം? ഒരു ഹദീസ് ഇപ്രകാരമാണ്: ഒരു അബ്ദ് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തു വരുന്നത് സുജൂദിലാണ്. അതുകൊണ്ട് നിങ്ങൾ സുജൂദ് ദീർഘമായി ചെയ്യുക എന്നാണ്. ഇപ്പം നമ്മുടെ സുജൂദൊക്കെ ഒരു ഇമാം ഷാഫി അലി റഹ്മയുടെ മദ്ഹബിലാണെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് 3 പ്രാവശ്യം പറയുന്നതിന് എടുക്കുന്ന സമയം 7 അവയവങ്ങൾ നിലത്ത് സ്പർശിച്ച് കിടക്കൽ ഫർള്. അതാണ് നമസ്കാരത്തിലെ ഫർള്. ചെല്ലൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ സ്ഥാനത്ത് വേറെ ഒരുപാട് ദുആകളില്ലേ? ആ ദുആകളാകുമ്പോൾ സമയം കൂടും, എത്രയോ സമയം സുജൂദിലാവും. അപ്പോൾ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഏകാഗ്രത കൂടുതൽ ലഭിക്കും. നല്ല ഏകാഗ്രതയിൽ, മനസാന്നിധ്യത്തിൽ, ശക്തിയോടുകൂടി ആവശ്യപ്പെടാൻ കഴിയും. ഇതങ്ങനെ ഒരുപാട് പറഞ്ഞു പോകും. ഈ ദുആയ്ക്ക് ഇഅ്തികാഫിലൊരു പ്രത്യേകത ഷാഢ്യം പിടിച്ച് ചോദിക്കണമെന്നാണ്. നമുക്കത് കിട്ടിയേ മതിയാവൂ, അത് മാറിയേ മതിയാവൂ, അത് തന്നേ മതിയാവൂ. അങ്ങനെ എന്താണോ നമ്മുടെ കാര്യസാധ്യത അത് നിർവഹിച്ചേ ഞാൻ മടങ്ങൂ എന്ന് പറയുന്നിടത്താണ് കാര്യം. ഉപാസന എന്ന് പറഞ്ഞാൽ ഒരു യുഗചേതന മാറ്റിയെടുക്കലാണ്. വയലാർ അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇങ്ങേറ്റ ഒരു കവിതയുടെ വാക്ക്, ഒരു ലോകത്തെ തന്നെ മാറ്റിയെടുക്കാന്നാണ്. അതാണ് ഇഅ്തികാഫ്. വെറുതെ അല്ലല്ലോ നബി 10 ദിവസം ഇരുന്നത്. നബി ഇരുന്നപ്പോൾ എന്ത് ചെയ്തു? കാന യസ്തൈഖിളു അഹ്ലഹു, അദ്ദേഹം തൻ്റെ കുടുംബത്തെയും കൂട്ടി. പൊതുവെ പെണ്ണുങ്ങളൊന്നും അതിൽ തയ്യാറാകാറില്ല. നിങ്ങൾ പൊയ്ക്കോ, കൊട എടുത്തു കൊടുക്കും, വടി എടുത്തു കൊടുക്കും, താക്കോലും എടുത്തു കൊടുക്കും. ഇതല്ല, നബി തൻ്റെ ഭാര്യമാരെ എല്ലാവരെയും കൂട്ടുകയാണ്. അതിൻ്റെ വലിയ ഫലം അത്രയും വലുതാണ്. അപ്പോൾ ഇഅ്തികാഫ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അതിരിക്കാം. അതിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ടതില്ല, ഒന്നും ഒരുക്കേണ്ടതില്ല, ഒന്നും ഒരുങ്ങേണ്ടതുമില്ല. പള്ളിയിൽ കുറേ സമയം ചെലവഴിക്കുക എന്നതാണ്. അപ്പോൾ റമളാനിൻ്റെ അവസാനത്തെ 10 ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചല്ലോ. ആ 10 കിട്ടുന്ന ദിവസങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാവും. അടുത്ത ശനിയും കഴിഞ്ഞാൽ പിന്നീട് അത് ഏതാണ്ട് അവസാനിച്ചു വരും. പിന്നെ കൂടിയ ഞായറും കൂടി കിട്ടുമായിരിക്കും. ഇതൊക്കെയാണല്ലോ അവസ്ഥ. അപ്പോൾ പരമാവധി ഇഅ്തികാഫ്, നമസ്കാരം, സുജൂദിലുള്ള ദുആ, ഖുർആൻ പാരായണം, ദിക്ർ, തസ്ബീഹ്, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കൽ, ഇങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ഭാരവും അതുവഴി മാറിക്കിട്ടണം. അതിനുവേണ്ടി ശ്രമിക്കുക. റഹ്മാനായി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദറിൻ്റെ ഫലവും ഗുണവും അനുഭവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാ ദോഷങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നമ്മിൽ ഓരോരുത്തരെയും അള്ളാഹു അതിൽ നിന്ന് കരകയറ്റി തരുമാറാകട്ടെ. നജ്ജിനാ മിമ്മാ നഖാഫു വനഹ്ദർ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സ്വഗീറ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.